രാധാകൃഷ്ണൻ എന്ന് പറയുന്ന നിങ്ങളുടെ മന്ത്രി ശബരിമല ദേവസ്വത്തിന്റെ മന്ത്രി ആയിരിക്കുമ്പോൾ തീർത്ഥം കയ്യിൽ കൊടുത്തപ്പോൾ സാനിറ്റൈസേഷൻ ആണ് ചെയ്തത്. അതാണോ ഒരു മന്ത്രിയുടെ ഇത് സ്ഥാനത്തിൽ നിന്ന് ചെയ്യേണ്ടത്? അതുപോലെ ഇപ്പോഴത്തെ വാസവൻ ശബരിമല നട തുറക്കുമ്പോൾ കയ്യും കെട്ടിയിട്ടാണ് നിന്നിരുന്നത്. ഇതാണോ നിങ്ങളുടെ മന്ത്രി നയം? ഇതാണോ നിങ്ങളുടെ വിശ്വാസം? ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്ന വ്യക്തികളെ കണ്ണു തുറന്ന് കാണുന്നുണ്ടെന്ന് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. കേന്ദ്രത്തിന്റെ PMAY പദ്ധതി നിങ്ങൾ ലൈഫ് ഇരിയാണ്. ആ പുള്ളിക്ക് ഇറങ്ങി ഓടുന്നുണ്ട്, തലയൊക്കെ തിരിഞ്ഞിറങ്ങി ഓടിയാലോ എന്നൊരു തോന്നലുണ്ട്. അല്ലെങ്കിൽ പുറം വഴി ചാടി നൈസായിട്ട് സ്കൂട്ടായാലോ എന്ന് തോന്നിയിട്ടുണ്ടായിരിക്കും. ഉള്ള മോഹം അങ്ങനെ ഉണ്ട്. എന്നാലും ചേച്ചി പറഞ്ഞ പോയിന്റ് ഇതൊക്കെയാണ് പ്രതികരണം. ഇവരെന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ മറ്റേ പാർട്ടിയുടെ ആളല്ലേ, കുറച്ച് പാർട്ടിയുടെ ആളല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ വരും. ആ ചോദിക്കുന്ന ആ ചേച്ചിയുടെ ഫുൾ വീഡിയോ ഉണ്ട്. ഫുൾ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് വലിച്ചു കീറി ഒട്ടിക്കുക. CPM വലിച്ചു കീറി LDF ഒട്ടിക്കുന്ന രീതിയാണ് അതുകൊണ്ട്. എന്തിനാണ് ഇങ്ങനെ കേൾക്കാൻ പോണത്? ഇത് 2 വർഷം, 1 വർഷം നല്ല പറഞ്ഞവരൊന്നും വിശ്വസിച്ചല്ലേ ഏൽപ്പിച്ചാണ്. ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റില്ല, അത് സമ്മതിച്ചു. പക്ഷേ എങ്കിലും കൊടുത്ത വാഗ്ദാനത്തിൻ്റെ ഒരു 3/4 ഭാഗമെങ്കിലും നിങ്ങൾ ചെയ്തു തീർക്കണം. അതല്ല പോട്ടെ, ഒരു പകുതിയെങ്കിലും എടുത്തു, അതെങ്കിലും ഒന്ന് ചെയ്തു തീർക്കണം. എന്നിട്ട് ന്യായം വേണം. അതൊന്നും ചെയ്യില്ല, അവരുടെ പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ജനങ്ങൾ എറിഞ്ഞ് പ്രതികരിക്കും. ഇനി ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല പ്രതികരണം. അത് ഓർത്തു വെച്ചോ, ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരണം. ചേച്ചി ഇരുന്നവരൊന്നും പറയില്ല ചിലപ്പോൾ. ചിലപ്പോൾ കല്ലി കളിയെ കഴിഞ്ഞാൽ എന്താ ചെയ്യണേന്ന് പറയാൻ പറ്റില്ല. അറിയാലോ, ആനേനെയൊക്കെ നമ്മൾ ഒരു ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ആനേനെയൊക്കെ തോട്ടിയിട്ട് മനുഷ്യൻ്റെ തോട്ടിത്തുമ്പയിലൊക്കെയാണ് നിർത്തണത്, ചങ്ങലയിട്ട് തോട്ടിത്തുമ്പല. പക്ഷെ അതിന് മതം പൊട്ടിയാലുള്ള അവസ്ഥ എങ്ങനെയായിരിക്കും? അതുമാതിരിയാണ് ജനങ്ങൾ. അതേത് പാർട്ടിയായാലും ഓർത്ത് വെച്ചു.